സാറേ എനിക്ക് ഇപ്പോ ഏകദേശം പ്രായം 23 വയസ്സായി. എത്ര? 23. എപ്പോ? സാറ് സംഭവം തലച്ചോറിന്റെ വളർച്ച 23-ൽ നിന്നുപോയി. പിന്നെ അത് അങ്ങോട്ട് നീങ്ങുന്നില്ല, ഡെവലപ്പ് ആകുന്നില്ല. അതായത് മെച്ചൂരിറ്റി. അപ്പൊ അവിടെ വെച്ചങ്ങ് നിൽക്കുവാണ് കാര്യങ്ങളെല്ലാം. അവിടെ ആ 23 വയസ്സിൽ ഞാൻ എന്തായിരുന്നോ അതിൽ നിൽക്കുകയാണ്. അപ്പോ എന്തായാലും ആദ്യം അങ്ങനെ ആളെ കാണുന്നത് തലച്ചോറിനടുത്ത് പോയി നിലച്ചങ്ങ് നിൽക്കുന്നത്. അല്ല, എനിക്ക് മെച്ചൂരിറ്റി ഇല്ലെന്നാണ് ആൾക്കാർ പൊതുവെ പറയും. ആൾക്കാർ പക്ഷേ മെച്ചൂരിറ്റിക്ക് സാബുവിനൊരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ടല്ലോ അല്ലേ? എന്താണ് അങ്ങയുടെ അഭിപ്രായത്തിൽ ഈ പക്വത എന്ന് പറയുന്നത്? അതെനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്റെ ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന മക്കളും ചോദിക്കുന്നുണ്ട്, ഡാഡി എന്ത് ഇങ്ങനെയെന്ന്. കുട്ടികൾക്ക് മനസ്സിലാകാവുന്ന പ്രായമായോ സാബു ആരാണെന്ന്? അവർക്കറിയാം, കാരണം എന്റെ കയ്യിലൊരു പവർ കാണുന്നുണ്ടല്ലോ വീട്ടില്. പക്ഷെ ഇപ്പൊ ഒരു വ്യത്യാസമേ ഉള്ളൂ, നാട്ടുകാർ കുറെ കാലമായി ചോദിക്കുന്നവരെ വീട്ടിൽ മക്കൾ ചോദിച്ചു തുടങ്ങിയെന്ന് മാത്രമല്ലേ? കുട്ടികൾക്ക് നാട്ടുകാരെ പോലെ വിവരമായി തുടങ്ങി. ഞാൻ അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്. അതിനകത്ത് പ്രത്യേകിച്ച് എന്റെ ലൈഫ് സ്റ്റൈലിൽ മാറ്റമൊന്നും ഞാൻ വരുത്തിയിട്ടില്ല. സാബുവിന്റെ ഒരു തിരുവനന്തപുരം സർക്കിളും ഒക്കെ എനിക്കറിയാം. അപ്പൊ അവിടെ എല്ലാം വേറൊരു സംഘം ആൾക്കാരാണല്ലോ ഉള്ളത്. അവരുമായിട്ടുള്ള ബന്ധം അതേപോലെ കീപ്പ് ചെയ്യുന്നുണ്ടോ? അതെ, എല്ലാവരും ഉണ്ട്. പഴയ സുഹൃത്തുക്കളെല്ലാം അതുപോലെ തന്നെയുണ്ട്. അന്ന് തരികിടയ്ക്ക് കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ഉണ്ടോ ഈ പരിപാടിക്ക്? ഒരാള് ഇപ്പൊ നാട്ടിലുണ്ട്, ഒരാള് ഒമാനില് ഒരു സ്കൂളിന്റെ പ്രിൻസിപ്പളാണ്. ഈ സാബു എന്ന് പറയുന്ന വിദ്യാർത്ഥി ചില തരികിട പരിപാടികൾ ഉള്ളത് കൊണ്ടാണല്ലോ നല്ല സൂപ്പറായിട്ട് ആ പ്രോഗ്രാം അവതരിപ്പിക്കാൻ പറ്റിയത്. സ്കൂളിലൊക്കെ പോകുമ്പോൾ അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ഭയങ്കര ഒരു എന്താ പറയുന്നത്, ഈ പറഞ്ഞ പോലെ എന്ത് പ്രശ്നം ഉണ്ടായാലും എന്റെ തലയിൽ വരും. അത് എന്തുകൊണ്ടാണ് പോയാൽ മതിയല്ലേ? ചില ആൾക്കാരുടെ ഒരു ഭാഗ്യമാണ്. ആരെന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും അടിയുള്ള നമ്മുടെ അടുത്തോട്ട് വരും. കറങ്ങി തിരിഞ്ഞ അടി എനിക്ക് വരും. അതുകൊണ്ട് എനിക്ക് ചെറുപ്പത്തിൽ അങ്ങനെ ഒരു ഇമേജ് ഉണ്ട്. ഈ ഇമേജ് ഗുണം ചെയ്തു സാബുവിന്? ഗുണം ചെയ്ത് അറിയോ? ഇപ്പം പല ആൾക്കാരും ചിലപ്പോൾ സാബുവിനെ സിനിമയിൽ എടുക്കുന്നത് പോലും ചിലപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ആയിരിക്കും. പറയാൻ പറ്റത്തില്ല, ഇങ്ങനെ ഒരുത്തിനെയും കൂടെ വേണം. ഈ തരികിട പോലത്തെ ഒരു കാൻഡിഡ് ക്യാമറ ഷോ അവർ കുറെ നാളുകൊണ്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഇത് അവതരിപ്പിക്കാൻ പറ്റിയ ഒരാളെ നോക്കി നടക്കുന്ന സമയത്താണ് ഞാനൊരു മോണോ ആക്ട് യൂത്ത് ഫെസ്റ്റിവലിൽ പെർഫോം ചെയ്യുന്നത്. അപ്പൊ അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ്. ഞാൻ യൂണിവേഴ്സിറ്റി കോളേജ്. അപ്പൊ അവരെന്നെ കുറിച്ച് അന്വേഷിച്ചപ്പോ ഞാൻ അത്യാവശ്യം സെക്രട്ടേറിയറ്റ് മുമ്പിലൊക്കെ ആക്റ്റീവായിട്ടുള്ള ഒരു ആളാണ്. സെക്രട്ടേറിയറ്റ് മുമ്പിലെ സമരഗേറ്റിൽ ആക്റ്റീവ് എന്ന് പറയുമ്പോൾ സാറിന് അറിയാം. മനസ്സിലായി, എനിക്ക് മനസ്സിലായി. അപ്പൊ അവര് നോക്കിയപ്പോൾ കൊച്ചു തരികട ഒപ്പിക്കാന്ന് അപ്പൊ അവര് നോക്കി വാങ്ങിച്ചു പിടിക്കുമല്ലോ. പിന്നെ ഈ ഞാൻ ഇത്തരത്തിലുള്ള പരിപാടികളും ചെയ്യുന്നുണ്ട്, അത്തരത്തിലുള്ള പരിപാടികൾ. അപ്പൊ നല്ല കോംബോ ആണ്. കാൻഡിഡ് ക്യാമറ ഷോയിൽ എപ്പോ വേണമെങ്കിലും അടി വരാം സാറിന്. അപ്പൊ ആ അടിയില് ഓടാതെ നിക്കണം. അപ്പൊ അങ്ങനെ നിൽക്കുന്നിടത്തുനിന്നാണ് നമുക്ക് ഫൺ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നത് ആ പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഷോയില്. എത്ര എപ്പിസോഡ് പോയി? അത് ഞാൻ 3 വർഷം ചെയ്തു. 3 വർഷം ചെയ്തു. അപ്പൊ 1000-600 എപ്പിസോഡ് പോയി ഒരു കണക്കെടുത്താൽ. അല്ല, 600 എപ്പിസോഡ്, അത് വീക്കിലി ഷോ ആയിരുന്നു. അപ്പൊ എനിക്ക് 150-175 എപ്പിസോഡൊക്കെ പോയി കാണും. അടി എത്ര കിട്ടി? ഒരു പ്രാവശ്യം പോലും അടി. ബാക്കിയുള്ളവർക്ക് വന്ന അടി വകഞ്ഞു മാറ്റി കൂടെ ഗിരീഷ് എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. സാറേ എന്താന്ന് അറിഞ്ഞൂടോ സാറേ, എതിലേ പോകുന്നവന് ഗിരീഷിനെ ഒന്ന് അടിക്കും. ചിലപ്പോ എന്റെ നിൽക്കുന്നതിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് സാധനം ഒക്കെ കൊണ്ടായിരിക്കും. ഗിരീഷ് ഭയങ്കര പതുങ്ങും. ചില സ്ഥലത്ത് പ്രശ്നം ഉണ്ടാകുമ്പോൾ കൂട്ടത്തോട് ആളുകൾ വന്നിട്ട് ഇങ്ങനെ ഇവിടെ നിൽക്കുന്ന ഗിരീഷിനെ പോയിരിക്കും. നമ്മളെ വിട്ടേക്കും അല്ലേ? ഒരു പ്രാവശ്യം ഒരാള് എന്റെ കൈക്കൊരു അടി വന്നിട്ടുണ്ട്. പക്ഷെ ഒരു അടി വന്നാൽ നേരിടാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? ഞാൻ അങ്ങനെ അടി വന്ന ഓടുന്ന ആളല്ല. നിന്നടി കൊള്ളും അല്ലേ? നമ്മൾ പിന്നെ ഓടാൻ നിൽക്കത്തില്ലല്ലേ? നിന്നടി കൊള്ളും. ഇന്നാണെങ്കിലോ? ഇപ്പോഴും അത് നിന്നടി കൊള്ളും. ഞാൻ അങ്ങനെ പുറകോട്ട് പോകുന്ന പരിപാടിയില്ല. അവിടെ നിന്നടി അവന്റെ ക്ഷീണം തീരുന്നവരെ അടിക്കട്ടെ നമ്മള്. ഇപ്പൊ സോഷ്യൽ മീഡിയയിലും അങ്ങനെ തന്നെ അലമ്പുണ്ടാക്കിയിട്ട് പിന്നെ എന്നെ വന്ന് തെറി വിളിക്കുമ്പോൾ ഞാൻ നിന്ന് വാങ്ങിക്കും. എന്നിട്ട് അവൻ വിശ്രമിക്കുമ്പോൾ ഞാൻ വീണ്ടും ചെന്ന് ചൊറിഞ്ഞിട്ട് അവനെ വീണ്ടും അടുപ്പിക്കും. അവന്റെ ക്ഷീണം തീരുന്നവരെ അവൻ അടിച്ചു. അവന്റെ ഒരു ആഗ്രഹത്തിന് ചെയ്യുന്നതല്ലേ. അപ്പൊ അവന് മതിയാവോളം ഈ അടികൊള്ളുന്ന കാര്യത്തിൽ നമ്മളൊരു 1.5 കക്ഷിയെന്ന് അവൻ മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി കൊടുക്കൂല്ലേ?